പറയുന്നില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിള്ളേരും നമ്മളുമായിട്ട് ഉള്ള സെലിബ്രേഷൻ വരണുള്ളൂട്ടാ. ഇനി കുറച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനെ പറയണേ. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നല്ല ഒരു തെളിഞ്ഞ അറ്റ്മോസ്ഫിയറിലാണ് ആകാശം നിൽക്കുന്നത്. സൂര്യൻ്റെ അവിടെ ഉദിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. പൂമ്പാറ്റകളൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗുഡ് മോർണിംഗ് ആണെന്ന്. ഇന്ന് നമ്മുടെ വിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ മുറ്റത്തിറങ്ങി നിൽക്കുകയാണ്. നമ്മുടെ വിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. വിച്ചു ഉറങ്ങാണ്. അപ്പോൾ ഇന്നലെ 12 മണിക്ക് ഡെഡിക്കേറ്റഡ് സോങ്സ് അപ്പൂസിൻ്റെ വകയും എൻ്റെ വകയും പിന്നെ ഞങ്ങളുടെയൊക്കെ വക പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഉറങ്ങായിരുന്നു. അപ്പോൾ വന്ന് ഞങ്ങൾ ഉറക്കത്തിൽ ബർത്ത്ഡേ വിഷ് ചെയ്തു. പിന്നെ ഉറങ്ങണ ആനെ വിളിച്ചേൽപ്പിച്ചില്ല. പിന്നെ ആദീസിനും അപ്പൂസിനും ഇന്ന് എന്താ പറയുക, സ്കൂളുണ്ട്. അപ്പൂസിന് എക്സാമാണ്. ആദീസിന് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അത് കാരണം തന്നെ രാവിലെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ പള്ളിയിലെ അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരുപാട് സംഭവഗതികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ വ്ളോഗിൽ അതൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്താം. നിങ്ങളൊക്കെ കാണണം. വിച്ചുവിനെ വിഷ് ചെയ്യണം, ബ്ലെസ് ചെയ്യണം. അപ്പോൾ ഉറങ്ങാണല്ലേ. അപ്പോൾ എണീറ്റിട്ട് വിഷ് ചെയ്യാനല്ലേ. നമ്മൾ വിഷ് ചെയ്തു, പക്ഷെ ആൾ ഉറങ്ങുക. അപ്പോൾ പിന്നെ ഉറങ്ങട്ടെ പറഞ്ഞ ആൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക അല്ലേ. പിന്നെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഒക്കെ ഇട്ടുണ്ട് ഇൻസ്റ്റയിലും അല്ലേ. അപ്പം ഇന്ന് അപ്പൂസിന് പരീക്ഷ ഉണ്ട്. അപ്പോൾ അപ്പൂസ് കുറച്ച് കഴിഞ്ഞാൽ നാളെ ഉണ്ട്, ആദീസിനും ഉണ്ട്. അപ്പോൾ ബാക്കി ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടോളൂ. അപ്പോൾ അതേ ഞാൻ ചോറ് അടുപ്പത്തിട്ടുണ്ട്. ചോറ് നല്ലപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ജാക്സണിൽ ഇറക്കി വയ്ക്കണം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടച്ചുരുൾ പാൻ കേക്ക് ഉണ്ടല്ലോ, മുട്ടച്ചുരുൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതിനുള്ള ബാറ്ററും ഐറ്റംസൊക്കെയാണ് അതേ ഉണ്ടാക്കി ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ പിള്ളേരൊക്കെ ഉച്ചയ്ക്കല്ലേ വരും. അപ്പോൾ ഉച്ച തിരിഞ്ഞായിരിക്കും കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ. പപ്പൂസ് സ്കൂളിൽ പോകാൻ നോക്കുന്നു. ഞാൻ ആദീസ് അവിടെ കിടന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എടുക്കാണ്. എണീറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടേ അപ്പൊ ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറി. അപ്പൊ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങള് ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് നമ്മുടെ ആദീസിനെ എഴുത്തിനിരുത്തി അമ്പലം ബർത്ത്ഡേക്കാരൻ പോകുന്നുണ്ട് അമ്പലത്തിലേക്ക്.
അപ്പോൾ ഗൈസ് നമുക്ക് വെണ്ണയും പഴവും മഹാവിഷ്ണുവിൻ്റെ വെണ്ണ പഴം പുഷ്പാഞ്ജലി. ഇവിടെ അമ്പലത്തിൽ കഞ്ഞി കൊടുക്കണ്ടായിരുന്നു, അപ്പോൾ കഞ്ഞി തരാമെന്ന് പറഞ്ഞു. അതേ ആൻറ്റി കഞ്ഞി തരാം. കഞ്ഞി കുടിക്കാണ്, ആദ്യം ഇരിക്കാൻ സമ്മതിക്കണില്ല. അപ്പൊ അമ്പലത്തിലെ കഞ്ഞിയാണ് ഇവിടുത്തെ ഫസ്റ്റ് കുടിക്കണേ. ഞാനും എടുത്തിട്ടുണ്ട്, എനിക്കും തന്നുണ്ട്. അച്ചാറും പയറുപ്പേരും. ആ മതി മതി. അമ്പലത്തിലാണ് രാവിലത്തെ ഫുഡ് പോണേ. ചെറുപയറും ആയുരാരോഗ്യ ജന്മദിനാശംസകൾ നേരുന്നു ദൈവത്തിന് മുമ്പിൽ. അടിച്ചുകിട്ടിന്റെ കുളിയിൽ ഓണം സെലിബ്രേഷന്റെ ലുക്കാണ്. വാവ്, 10 മണിയാണ്, 9 മണിക്കാണല്ലോ എത്തിക്കാൻ പറഞ്ഞ. 10 മണിയാ പറയും അടിക്ക്. വാവ്, അടി ലുക്ക്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിതേ ഇങ്ങനെ പോയോണ്ടിരിക്കാണ് കേട്ടാ. നമ്മളെവിടേക്കും പോണേന്നറിയോ? അപ്പൊ ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അമ്പലത്തിലേക്കുള്ള പോകാം. സോറി, അമ്പലത്തിൽ പോയിട്ട് പിള്ളേരൊക്കെ ക്ലാസ്സിലാക്കി പള്ളിയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. വേളി പള്ളിയിലേക്ക്, പിന്നെ അവിടെ നിന്ന് വെട്ടുകാട് പള്ളിയിലേക്ക് പോകണം. വേളി പള്ളിയിൽ പോയി നേർച്ചിട്ട് പ്രാർത്ഥിക്കണം. അവിടെ മെഴുതിരി കത്തിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് വെട്ടുകാട് പള്ളിയിൽ പോയിട്ട് വേണം ബർത്തല കുട്ടനെ കൊണ്ട് മെഴുതിരി കത്തിപ്പിക്കാനായിട്ട്. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ഇതില് വേറെ കളർ ഡ്രസ്സിനല്ലേ, ഇതില് വേറെ ഏതാ മാട്ട കളറ്. ഇത് വൈൻ കളറാണ് കേട്ടോ ഗൈസ്. ഇതിപ്പോ ഇതില് കാണുമ്പോ ചില്ലി അതുപോലെ അതൊന്നും കുഴപ്പമില്ല. അതായത് എന്റെ ലിപ്സ്റ്റിക് ഒന്നും ഇതല്ല, ഇത്രയൊന്നും ഇല്ല. നമ്മള് ഫിൽറ്റർ ഇട്ടിക്കണോണ്ടാണ് ഗൈസ്. സീനില് ഭംഗിണ്ടാവും. എന്തായാലും ട്രഡീഷണൽ ലുക്കിൽ കണ്ടില്ലേ എല്ലാവരും? കണ്ടില്ലേ? ട്രൗസറും ഷോർട്സും 3/4 മിഡിയും ഫ്രോക്കും മാത്രല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാറുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ് അത് കാണാത്തതുകൊണ്ടാണ്. പഴയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ മുന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം. അപ്പൊ അതിങ്ങനെ ട്രഡീഷണൽ ദിവസങ്ങളിൽ ഇറക്കമുള്ളതെന്ന് മാത്രം. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടപ്പോൾ മുടി പോയി എന്റെ വിഷമം ഞാൻ പങ്കുവെച്ചോണ്ട് കുറെ നേരം ആ സങ്കടം ഞാൻ പറയുന്നത്. കാരണം വിച്ചു ഷോർട്ട് കട്ട് ചെയ്യാൻ അവന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ചെയ്തു. ഒരുപാട് പേര് ഇൻസ്റ്റയില് നല്ലത് നന്നായി ഇപ്പൊ വെട്ടിയിട്ടുള്ളതാണ് നല്ലത്. അതെ, പക്ഷെ അത് മോഡേൺ ഡ്രസ്സിന് അടിപൊളിയാണ്, നല്ല ലുക്കാണ്. നിങ്ങൾ കമ്മുണ്ടായപ്പോ ഇൻസ്റ്റയില് പോസ്റ്റ് ഇട്ടതൊക്കെ കണ്ടിട്ടുണ്ടോ? ആ ലുക്കിന് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മോഡേൺ ഡ്രസ്സും നോർമൽ ഡ്രസ്സും എല്ലാം ഇടുന്നത് കൊണ്ട് ലെയർ കട്ടാ ചെയ്യാറ്. അപ്പൊ മുടി ജസ്റ്റ് നയിച്ചിട്ട് ഫ്രണ്ട് ഷോർട്ട് ലെയറും ബാക്ക് ലെങ്ത്തും നിർത്തും. ഈ കുറഞ്ഞത് സമ്മതിച്ചില്ല ഇപ്രാവശ്യം ദിദില് വെച്ച് വെട്ടാന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്റെ ദൈവമേ, തൊപ്പി വെച്ചിട്ട് വന്നത്. ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടൊക്കെ ഇത്രയെങ്കിലും ആക്കിയാൽ മതി. ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത്ര വെച്ചിട്ട് വെട്ടിയാൽ മതിട്ടാ. പിന്നെ അവന്റെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് അത് ബീന ചേച്ചി നമുക്ക് അടിപൊളിയാക്കി ചെയ്തു തന്നു. എന്നാലും മോഡേൺ ഡ്രസ് അല്ല, ഈ ഡ്രസ്സിലിട്ടപ്പോ ആ സംഘം പങ്കുവെച്ച് പോവാണ്. കേട്ട് നമ്മളെ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്, കുഴപ്പമില്ല. മുടി വലുതാവില്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു മേക്ക് ഓവർ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേ ബർത്ത്ഡേ കുട്ടൻ എങ്ങനെയുണ്ട്? അപ്പൊ പിള്ളേഴ്സിന് ഒരാൾക്ക് എക്സാം ആണ്, പിന്നെ ഒരാൾ പ്ലസ് സ്കൂളിലാക്കിയിട്ടുണ്ട്. ഞങ്ങളിനി പോയിട്ട് ബാക്കി വിശേഷം കാണിക്കാം. അപ്പൊ സ്കിപ്പ്
കാണണ്ട. അപ്പൊ ഗൈസ് ഞങ്ങളത് നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ ഇവിടെ വേളിയിലേക്ക് വരുന്നത്. വേളി പള്ളി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെ വേളി പള്ളി. അപ്പൊ ഞങ്ങളതായി പ്രാർത്ഥിക്കാനായിട്ട് ഉള്ളിൽ കയറാണ്. അപ്പോ കണ്ടോ ഇന്ന് ഒരുപാട് പേര് ഈ ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ട് മറ്റേ ഒരേപോലത്തെ ഡ്രസ് ഇട്ടിട്ട് പോണത് റോട്ടിൽ കൂടെ. അതെ, ഇന്ന് എല്ലാവരും നാളെ ഇന്നൊക്കെ ആയിട്ട് ഓണം സെലിബ്രേഷൻസ് ആണ്. എല്ലാം ക്ലാസ് കോളേജുകളും സ്കൂളുകളും ഒക്കെ അടക്കിയാണല്ലോ. അതെ, അപ്പൊ ഞങ്ങളും ഓണം സെലിബ്രേഷൻ ലുക്കിലൊക്കെ വന്നിട്ട് അടിയിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചാലോ ഒന്ന് പിന്നെ അപ്പോൾ അതെ അന്നത വെള്ളം ഇങ്ങനെയാണ് ഇവിടെ. ഓക്കെ, ബമ്പച്ച രക്ഷിക്കണേ, ചെരുപ്പൂരിടത്ത ഗൈസ്. ആരുമില്ല. ആ, അത് മറ്റേ ഇതല്ലേ, എന്നിട്ട് എൻ്റെ പേര് ഏഹേ അതിൻ്റെ പേര് മറന്നു. ഈ പൂവിൻ്റെ പേരെന്താണെന്ന്. ആ അതന്നെ. പ്രാർത്ഥിക്കട്ടെ ഗൈസ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു ദിവസമല്ലേ, ഞാൻ ജനിച്ചൊരു ദിവസം. ഇനി ദൈവത്തിനോട് അതിനുള്ള നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അതേ പൊന്നപ്പൻ നേർച്ചിട്ടാണ്. അതെ, രക്ഷിക്കണേ. അങ്ങനെ പറഞ്ഞപ്പോൾ നിന്റെ കാശ് അതിൽ കിട്ടിട്ട്. ഞങ്ങളത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നേ പറയാം, എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറില്ല. എനിക്ക് നല്ലത് മാത്രം വരണേ, എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല, എനിക്ക് മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തണേ, എല്ലാവർക്കും അസുഖങ്ങൾ ഉണ്ടാവാതെ എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കണേ, എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നല്ല രീതിയിലേക്ക് എത്തി അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ, എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ നടക്കട്ടെ, എല്ലാവരും നമുക്ക് വരട്ടെ. അപ്പോൾ ഗൈസ്, അപ്പം ഞങ്ങളിത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മെഴുകുതിരി കത്തിക്കണം, ഞങ്ങോട്ട് പോകണം. ഒന്ന് മേടിക്കാം. അപ്പോൾ വെട്ടുകാട് പള്ളിയും കാണാത്തവരുണ്ടാവില്ല. നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർ വെട്ടുകാട് പള്ളി കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മള് പപ്പി മമ്മി വന്നപ്പോ ലാസ്റ്റ് ഇട്ട വ്ളോഗുകളില് വെട്ടുകാട് പള്ളി, വേളി ബീച്ചൊക്കെ. ഇതിന്റെ അവിടെ ബീച്ചാണ്, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. വെയില്. വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ടിൽ ബീച്ച് തന്നെയാണ്, ഇതും ഇവിടെ ബീച്ച് തന്നെയാണ്. പിള്ളേർ ബീച്ച് അവരില്ലല്ലോ. അപ്പൊ ഗൈസ്, ഞങ്ങളിത് വെട്ടുകാട് പള്ളി എത്തിയിട്ടുണ്ട് കേട്ടാ. വെട്ടുകാട് പള്ളി ബാക്കിൽ കണ്ട ബീച്ച്, ബാക്കിൽ ബീച്ചാണ്. ബാക്കിലല്ല, ഇതിന്റെ ഫ്രണ്ടിൽ ബീച്ച്, ഞങ്ങളുടെ ബാക്കിൽ ബീച്ച്.
പള്ളിയുടെ ഫ്രണ്ടിൽ ബീച്ച്. അതെ. ഇവിടെ ലാസ്റ്റ് വന്നപ്പോ ഇവിടെ പപ്പി മമ്മിയൊക്കെ ആയിട്ട് നമ്മളിവിടെ നമ്മളിവിടെ ഇരുന്നിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ട് കോണൊക്കെ കഴിച്ചത്. ഫോൺ അതെ. അപ്പോ വെട്ടുകാട് പള്ളി കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ബർത്ത്ഡേക്ക് കാണാം. മെഴുതിരി മേടിക്കണമെങ്കിൽ ആ ചേച്ചിമാര് ഇവിടെ നടക്കാറുണ്ട്. പക്ഷെ ചേച്ചിമാർ ഇപ്പൊ ഫ്രണ്ടിലോ മെഴുതിരി മേടിക്കണോടത്തുണ്ടാവും, അവിടെ ഉണ്ടാവും ഫ്രണ്ടില്, അവിടെയാണ് കത്തിക്കണേ. അപ്പൊ ആദ്യം പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് മെഴുതിരി മേടിച്ച് അവിടെയാണ് കത്തിക്കുക. ഫ്രണ്ടില് അപ്പുറത്തെ സൈഡാണ് ഫ്രണ്ട്, അല്ല അപ്പുറത്തെ സൈഡാണ് ബാക്ക്, ഫ്രണ്ട്. നിങ്ങള് ബർത്ത്ഡേ വിച്ചുവിന് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇൻസ്റ്റയിലാണെങ്കിലും FBയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അപ്പൊ ഇത് ബർത്ത്ഡേയുടെ ഓരോ ഭാഗങ്ങളാണ് അല്ലേ. ഓരോരോ ആളുകള് എന്തോരോ ലെങ്സിൽ ഓരോ സെലിബ്രിറ്റികൾ വീഡിയോ എടുക്കുന്നു. ഞങ്ങളും നോക്കട്ടെ എന്ന്. അപ്പൊ നമ്മൾക്ക് ഇത് ഓർത്ത് വയ്ക്കാനുള്ള കാര്യങ്ങൾ ഒന്നും ഞങ്ങൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിള്ളേരും നമ്മളുമായിട്ട് ഉള്ള സെലിബ്രേഷൻ വരണുള്ളൂട്ടാ. ഇനിയും കുറച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനെ പറയണേ. അപ്പോൾ നിങ്ങൾ കാണണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളും വിച്ചുവിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നല്ലതൊക്കെ മാത്രം നടക്കാൻ വേണ്ടിയിട്ട്. വയ്യായും കാര്യങ്ങളും ഞങ്ങളത് പള്ളിക്ക് കയറാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം പള്ളി കാണാത്തവരുണ്ടെങ്കിൽ. അപ്പൊ ഗൈസ് ഞങ്ങള് പ്രാർത്ഥിച്ച് അതങ്ങട് പോണം, അങ്ങോട്ട് ഫ്രണ്ടില് അല്ല ബാക്കില്. അപ്പൊ ഞങ്ങളിത് പ്രാർത്ഥിച്ചു. ഇനി ഇവിടുന്ന് ഇറങ്ങി മെഴുകുതിരി എത്തിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇതിന്റെ ഉള്ളില് ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ചേച്ചി വന്നിട്ട് പറഞ്ഞു മൊബൈൽ ഓഫ് ചെയ്യണം, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞു. ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇതെന്താ സംഭവം എന്ന് അറിയില്ല. അപ്പൊ ലാസ്റ്റ് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി പറഞ്ഞു ചേച്ചി ഇത് തീർത്ഥാടന കേന്ദ്രല്ലേ, ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നടക്കുക, ഫോൺ വിളിക്കാണ്ടിരിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഇത്രയും ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ഞാൻ എന്താ ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഈ പള്ളിയുടെ ഉള്ളിൽ വന്നിട്ട് ചെറിയ കുട്ടികൾ മറ്റേ ആൾക്കാർ വേറെ എന്തോ വൃത്തികേട് കാട്ടി ഉള്ളിലിരുന്നിട്ട് അത് വീഡിയോ എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഈ ആൾക്കാർ കാണിക്കണമെന്നൊരു ഐഡിയ ഇല്ല. ഈ പള്ളിയുടെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ വരുന്നിടത്തൊക്കെ എന്തിട്ട് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടണില്ല. ഓരോ വട്ടുകൾ ഓരോരുത്തർ കാട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ദയവേത് ചെയ്യാണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ സമാധാനത്തിന് വേണ്ടി വരേണ്ട ഒരു സ്ഥലമാണ്. അതെ, നമുക്ക് കുറച്ചു നേരം പീസ്ഫുള്ളായിട്ട് ഇരിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ ഈ ദേവാലയങ്ങളിൽ വരുന്നത്. അത് മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്തോരം സ്ഥലങ്ങളുണ്ട്, ബീച്ചുകളുണ്ട്, പാർക്കുകളുണ്ട്. എന്തിനത് അവരുടെ വീട്ടിൽ പോകൂടെ തോന്നിയ പോലെയൊക്കെ ചെയ്യാൻ അങ്ങനത്തെ ഇതില്ല. രണ്ട് പള്ളിയിലും എവിടെയൊക്കെ അമ്പലങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോ ഇനി മെഴുകുതിരി സെറ്റാക്കിയിട്ട് കത്തിക്കട്ടെ ഗൈസ്.
ഗൈസ്, അപ്പൊ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതിയൊരു സംരംഭം ബൈബിൾ മ്യൂസിയം എന്ന പേരിൽ. അതെ, ഇവിടെ ഗുഹയൊക്കെ പിന്നെ ഉള്ളിൽ ഒരുപാടുണ്ട്. അപ്പൊ അത് നമ്മളെല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഡിസംബർ ക്രിസ്മസിനൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ വ്ളോഗായിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോ ഈ ചേട്ടനാണ് ചേട്ടന് ഹായ് പറഞ്ഞേ. ഈ നമ്മൾ ആ വ്ളോഗ് കാണുമ്പോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണം ഇങ്ങനത്തെ ഇതിലൊക്കെ പെയിന്റിങ്ങും കളറും സ്ഥലമൊക്കെ വരും. ഇതൊക്കെ നമ്മുടെ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കില്ല യേശു. അപ്പൊ അതിന്റെ ഭരണികള് ഇനിയും അതിന്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ അങ്ങോട്ട് ഇപ്പൊ കണക്കണില്ല. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ചേട്ടൻ ചെയ്യുന്നത് കണ്ടപ്പോ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ബൈബിൾ മ്യൂസിയം ആണ് വരാൻ പോണേ. അപ്പൊ അതൊരു വെറൈറ്റി ആണ്. പിന്നെ നിത്യാരാധന കേന്ദ്രമുണ്ട് നമ്മുടെ തൃശ്ശൂരൊക്കെ ഇല്ലേ, അതേപോലെ. അപ്പൊ നമ്മൾ നല്ലൊരു ബ്ലോഗായിട്ട് വരുന്നുള്ള ഒരു വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ചേട്ടന്റെ പേരെന്താ? ആൻഡ്രോസ്. അപ്പൊ നമ്മുടെ ആൻഡ്രോസ് തന്നെയാണ് ഈ ബൈബിൾ മ്യൂസിയത്തിലെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക കേട്ടാ. അപ്പൊ നമുക്ക് കാണാൻ നോക്കട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് കേട്ടാ. ഓക്കെ, യൂട്യൂബ് ചാനലിൽ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കുട്ടൻ ബിരിയാണി കഴിക്കാൻ കേട്ടാ. എനിക്ക് വായിൽ ഉരുട്ടിയൊന്നും. എനിക്ക് ചായ മതി ഗൈസ്, ചായ മതി, ഓൺലി ചായ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളി, കൊള്ളാം, സൂപ്പർ. അത് എനിക്കുള്ളതാണ് ഗൈസ്. അപ്പം നമ്മുടെ പരിപാടികൾ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വൈകിട്ട് നമ്മൾ ചെന്നിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇരുന്ന് കാണാൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. നമ്മുടെ മീൻ പിടിക്കാൻ പോണ ടീമില്ലേ, അവര് മീൻ പിടിക്കാനായിട്ട് വഞ്ചി കൊടുത്ത വെട്ടി വിളിക്കുന്നുണ്ടോ? കണ്ട ഗായ്സ്, കെട്ടി വലിച്ചു കൊണ്ടോണേ വഞ്ചി ബോട്ട്. കണ്ടേ മഞ്ഞ ആ വെള്ളം വരെ ആ ബോട്ടിന്റെ ബാക്കിലത്തെ സാധനം എത്ര വേണോ ആ വെള്ളത്തിലേക്ക് അത് എത്തിയാൽ തന്നെ പോകളൂ. അതിനെ വിളിക്കണ്ട, അതിനെ വിളിക്കണ്ട. അങ്ങനെ അവിടെ ഇറക്കിട്ട് പിന്നെ ടൈം വരും. എന്തത് അങ്ങായവരുടെ കൂടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമോ നോക്കെ? അവരിപ്പനെ കേറിയിരുന്നു. ഇനി അവര് തിരിച്ചു വരുമ്പോഴാണ് കണ്ടാ ഉന്തി കൊണ്ടോണേ. കണ്ടാ ഓക്കെ, ഓടിയിട്ട് കയറണേ. കണ്ടാ നോക്കിയേ. കണ്ടാ ഓണാക്കി, ഇനിയിപ്പോ ഓണാക്കി വഞ്ചി തിരമാല കടിച്ചിട്ട് കയറി പോണു. കണ്ടാ നോക്ക്, നോക്കടി, തിരമാല ഇങ്ങോട്ട് വരുമ്പോ കയറി പോണു. സുഖമുള്ള ഏർപ്പാടല്ല പൊന്നോ. നോക്കിയേ, ചാളിയും കൂടി കഴിക്കുമ്പോ നമ്മള് വില പേശിട്ടത് മേടിച്ച് ചോറും ചാളിയും കൂടി കഴിക്കുമ്പോ നമുക്ക് ഇവരുടെ ഈ ബുദ്ധിമുട്ട് അറിയില്ല. പക്ഷെ കൊണ്ടലിന്റെ സെറ്റില് ഷൂട്ടിങ്ങിന് മുൻപതാണ് ഇത് മനസ്സിലായത്. ഓണോക്കി അങ്ങോട്ട് കേറുന്നില്ല വഞ്ചി. കണ്ടാ ബോട്ട് അങ്ങോട്ട് പോണില്ല. എന്തോരം സമയം എടുത്തിട്ട് നിക്കണേ നോക്കിയേ. നമ്മളേക്ക് സുഖമായിട്ട് പോകുന്നു. ഇതാ തിരമാല അങ്ങോട്ട് കടന്ന് കിട്ടണം. അതുവരെ ഇവിടെ കിടന്ന് തായന്തുള്ള. നോക്കടി, നോക്ക് നോക്ക് നോക്ക്. അങ്ങോട്ട് പോവാ, അങ്ങോട്ട് തിരിച്ചു വരിക, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് തിരിച്ചു വരിക. തിരമാല ഇല്ലാത്ത സമയമില്ല, പേടിയാണല്ലോ. അപ്പൊ നീ ആയിട്ട് പോയാലുള്ള സ്ഥലത്തേക്ക് ഒരു ചേട്ടൻ നീന്തി വരുന്നു. ഒരു ചേട്ടൻ നീന്തി വരുന്നു. ആ ചേട്ടാ ഇന്ന് ജമ്പ് ചെയ്ത് പോയി. ചാടിപ്പോ ആള് നിലത്ത് വെള്ളത്തിലേക്ക് ചാടി തെറിച്ചു വീണു. എന്റെ പൊന്നെ ഹാലോ. കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്
ഇപ്പൊ പോയാ വൈകുന്നേരം രാവിലെ നാളെ വരണം. ആ ചേട്ടനോട് ചോദിക്കാൻ നിൽക്കണ നേരത്തെ ആ വഞ്ചി അത്രയും ഹൈറ്റിൽ പൊന്തിയാ ഇടുക്കാൻ പറ്റില്ലത്. അത്രയും വലിയ തിരമാല അത് അവിടെ എത്തിട്ടാ. അത്രയും വലിയ ആ ലജ്ജയ്ക്ക് അവസ്ഥ. ഇനി ഇവരുടെ വഞ്ചിയിൽ കയറി പോകും ചിലപ്പോ ആള്. അപ്പൊ നമ്മുടെ അപ്പയുടെ നമ്മുടെ അപ്പയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഫുള്ള് മഞ്ഞക്കീടെ മൂളിപ്പാട്ടുകളായി ഗൈസ്. ആദീസ് അവിടെ പോയി ഈ ഡ്രസ് ഇടാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ കുട്ടി വിഷുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മളെല്ലാവരും ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾ ഇത്രയും നേരം കണ്ടല്ലോ. അപ്പൊ ഇനിയാണ് യഥാർത്ഥമായ ഘട്ടത്തിലേക്ക് നടക്കാൻ പോകുന്നത്. അപ്പൊ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതെ അടി കാച്ച് കാച്ച് അപ്പയ്ക്ക് കാച്ച്. അപ്പന്റെ ഷൈനിങ് കുട്ടിയുടെയും ആദ്യം ഫ്രണ്ടിൽ അപ്പൊരു ഷൈനിങ്. പറ്റോ ചേട്ടൻ ചോദിച്ചാണോ പറ്റേ ആദ്യം കാച്ച്. ആ ഇനി ചേച്ചിക്ക് ആഡിസിന് കാച്ച്. ഹലോ ഗൈസ്, അങ്ങനെ ഇവിടെ നമ്മള് നമ്മുടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അനിക്കുട്ടിയും കൂടി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ബോള് കളിച്ച് തകർത്ത ആടാണ്. അപ്പൊ നമ്മള് കേക്ക് എടുക്കാൻ പോവാണ്. അതിന് മുന്നേ വിച്ചു വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പോവാട്ടാ. അപ്പൊ അല്ലേ അപ്പൊ പിള്ളേരുടെ കളിച്ചോട്ടെ. അപ്പൊ നമ്മള് വിച്ചു എന്റർടൈൻമെന്റ് വേണ്ടിട്ട് ഞാനിക്കുട്ടിയുടെ നിങ്ങളുടെ വ്ളോഗ് വ്ളോഗൊക്കെ നിർത്ത് കളിക്കാൻ. അയ്യോ ഇവിടെ ഒരു മനുഷ്യനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇവിടെ കൊണ്ടൂരി കൊണ്ടുപോകും. അങ്ങനെ അതേ വിച്ചു വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ ബർത്ത്ഡേ പോയി വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആൾക്കാരോടൊക്കെ പറഞ്ഞില്ലേ. അളിയനൊരു കൈ കൊടുത്തോളൂ. ചേട്ടനോട് കൈ പറഞ്ഞു. അപ്പൊ ഇതാരാ ഇത് അപ്പൂസ് മിച്ചാണ്. ഇത് ഞാൻ ഇതെന്റെ കെട്ടിയോ അതെന്റെ പുതിയ സബ്സ്ക്രിപ്ഷൻ അറിയില്ല. ഇത് രണ്ടും മിച്ച് വായിച്ചു കഴിഞ്ഞാണ്. ഹാപ്പി ബർത്ത്ഡേ പാട് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. അടുത്ത വരി പാടാ പോവാ പഠിക്കോ. യെസ് അനിക്കുട്ടി പാട്. ആദീസിന് അവന്റെ സ്കൂളിൽ ഏത് നേരം പിള്ളേരെ ബർത്ത്ഡേ കേക്ക് പിടിച്ച് പരിചയായി. ടീച്ചറെ ഏയ് ബർത്ത്ഡേ ബോയ് ആ കേക്കിന്റെ കൂടെ നിന്നേ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. അടിച്ചു കൂട്ടാ അപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി കൈ അടിച്ച് ആദിച്ചു കൂട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു
ഹാപ്പി ബർത്ത്ഡേ. ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വെച്ചുവിന്റെ ഈ ബർത്ത്ഡേ കുഞ്ഞൊരു സെലിബ്രേഷൻ വിളിക്കാണ്. എല്ലാവരും ബ്ലസ് ചെയ്യാ, വിഷ് ചെയ്യാ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അനിക്കുട്ടി. എനിക്ക് കിട്ടിയില്ല, അപ്പന് കിട്ടിയ പിള്ളേരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാര്യം. വീട്ടിലെ ഏറ്റവും വലിയ കുട്ടിയാണ് ഈ നിൽക്കണേ. പിള്ളേരുടെ കാര്യം ഓക്കെ. ഒന്നും പറയാൻ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി ചെറിയൊരു പായസമാണ്. ബർത്ത്ഡേ പോയ ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, അതായത് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ വിച്ചൂലാണ്ട് എവിടെയും പോയി കേക്ക്. ഇനി ഈ പോയ പോക്കിൽ എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു, വഴി തെറ്റിപ്പോയി, അവരൊക്കെ പേര് പറയുന്നു. ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അതെല്ലാം ഇതിലിടണം. വഴി അറിയാതെ കരച്ചിലും പിടിച്ചിലായി വീട്ടിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാണ്ട് നിക്ക്. മണിച്ചേട്ടന് ഒരുപാട് താങ്ക്സ്. മണിച്ചേട്ടനാണ് തിരിച്ചു പോയിട്ട് പേടിക്കണ്ട കരയണ്ടെന്നൊക്കെ പറഞ്ഞ് പാളൊക്കെ വിളിച്ച് തിരിച്ചാ കടയിൽ പോയി വന്നു. പിന്നെ ലക്കി ഷോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മിച്ചൊരിക്കലും ഞാൻ പോത്തങ്കോട് വരെ പോകുന്നത്, കാരണം എനിക്കറിയില്ല. ഞാൻ വൈകുന്നേരം 9 മണിക്കാണ് തിരിച്ചു വന്നത്. പകല് തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോഴാണ് വൈകുന്നേരം ഞാൻ നിറച്ച് വണ്ടികള്, എവിടെ പോകണം, ഏത് വഴിക്ക് പോകണം. ലെഫ്റ്റ് പോയാൽ മതി ഒരാൾ പറയും പോവും, റൈറ്റ് പോയാൽ മതി ഇവിടെ കാട്ടായിക്കോളത്തെത്തും. ഇതൊക്കെ എവിടെ സ്ഥലം എനിക്കറിയില്ല. നിറ റോട്ടിൽ നിന്ന് കറഞ്ഞ മണിച്ചേട്ടന് ഒരുപാട് താങ്ക്സ്. പിന്നെ ബാറിന്റെ പുറത്തുള്ള ഒരു ചേട്ടനും ചേച്ചിനും കണ്ടു, സിബുന്നോ സൽബന്നോ അങ്ങനെ എന്തോ പറഞ്ഞു, അവർക്ക് താങ്ക്സ്. പിന്നെ എനിക്ക് ഫോൺ ചെയ്തു തന്നവർക്ക് താങ്ക്സ്. ഈ ഷോപ്പിലുള്ള എല്ലാവർക്കും താങ്ക്സ്. എന്തായാലും ഇത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഗ്രോട്ടയിൽ പോയി പ്രാർത്ഥിക്കാന്ന് അപ്പൂസിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. വൈകുന്നേരം 9 മണിയായിട്ട് തന്നെ കാണാൻ 3-4 മണിക്കൂറുള്ള പ്രാർത്ഥന ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ മിച്ചൊരിക്കലും വിചാരിക്കില്ലെന്ന് എനിക്കറിയാം, കാരണം എനിക്കൊന്നും പോത്തങ്കോട്, എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. ഇനി ഈ ഗിഫ്റ്റ് ഞാൻ ഇങ്ങോട്ടല്ല കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൂസ് കാണുമായിരുന്നല്ലോ. മിച്ച ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ടാ വന്നേ. അപ്പൊ ആ കൂടി ഉണ്ടായില്ല. പക്ഷെ ഞാൻ നമ്മുടെ ഇങ്ങോട്ട് വാ, അനിക്കുട്ടിയുടെ അമ്മ ചിഞ്ചുവിനെ ഫോൺ ചെയ്ത് അവളോട് ഇപ്പൊ നമ്മളുടെ ഞാൻ ചിഞ്ചുവിന് ഒരുപാട് താങ്ക്സ്. ചിഞ്ചുവിനെ ഞാൻ നമ്മുടെ വീടിന്റെ അപ്പുറത്തെ വീടിന്റെ ആ വില്ലേരം അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടേക്ക് വരാൻ പറഞ്ഞു. ഫോൺ വിളിച്ചു. പാവ ഇരുട്ടത്ത് ഓടി വന്നു. ഇത് അവളുടെ വീട്ടിൽ ഇന്നലെ പുറത്തയച്ചു വൈകുന്നേരം 9 മണിക്ക്. എന്നിട്ട് ഇതാ ഇപ്പൊ അനിക്കുട്ടീനെ ഞാൻ ഇപ്പൊ വിളിക്കാൻ പോയി. അവള് നേരത്തെ വന്നപ്പോ നമ്മളോട് ഇല്ലായില്ല. അപ്പൊ ഇപ്പൊ വിളിക്കാൻ പോയപ്പോ ഞാൻ അവളുടെ ബാക്ക് സൈഡിൽ കൂടെ ഇത് മേടിച്ച് ബാക്കിലെ ഗ്യാസിംഗ് കുറ്റിയുമ്പോ വെച്ചു. വീഡിയോയില് ഗിഫ്റ്റ് തരുന്നത് റീൽ എടുത്തിട്ടുണ്ട്. ആ കൈ കഴിക്കുക. ഇത് റിസ്ക് എടുക്കണം ജീവിതത്തിൽ ഗൈസ്. ഞാൻ റിസ്ക് എടുത്തു. എനിക്ക് അറിയാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചൊരു ഗാന്ധിയെ പോലെ നട റോട്ടിൽ നിന്ന് കരഞ്ഞു. കൈകൾ നിറച്ചിട്ട് ഫോൺ ഡയൽ ചെയ്യാൻ പറ്റാണ്ട് വേറെ 2-3 ആൾക്കാരോട് ഞാൻ ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യോ, എന്റെ ഈ ഫോണിൽ നിന്ന് തന്നെ വിളിക്കുന്നു. ആൾക്കാരൊക്കെ ഇത് എന്താണ് കൊണ്ട് നോക്കുക. അത് നീ ഞാൻ ഇവിടെ. അപ്പൊ മണിച്ചേട്ടന് പ്രത്യേക ഒരു താങ്ക്സ്. പിന്നെ ഇത്
എന്താ പറയാ ഇത്രയും ദൂരം എനിക്ക് തൃശ്ശൂരല്ല ഇത്, എനിക്ക് അറിയാത്തൊരു സ്ഥലം. അപ്പൊ വിഷു ഒരിക്കലും ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ അടുത്ത എവിടെയെങ്കിലും മനസ്സിലുണ്ടാവും വിചാരിച്ചു പോയിട്ടാ. അരമണിക്കൂറിൽ പോയി വരാൻ പോയിപ്പോ ഈ പ്രദേശത്തില്ല. ബാറിന്റെ സൈഡിൽ കൂടെ നടന്ന് പോകുമ്പോ മുഴുവൻ ഇങ്ങനെ ആൾക്കാര്. എനിക്ക് പേടിയിട്ട് അപ്പൊ അവിടെ ചേച്ചിയും ചേട്ടനും കണ്ട അവര് വഴി പറഞ്ഞത് അവർക്ക് ഒരുപാട് പേര് എന്നെ വഴിയിൽ ഹെൽപ്പ് ചെയ്തിട്ട്. ഒരു ടിപ്പർ ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് വണ്ടിയുടെ കയ്യും കാലും ഇറക്കുക വഴി അറിയണില്ല എനിക്ക്. ഞാൻ മനസ്സിലാത്ത വഴി കൂടെ പോകുമ്പോ കീറി പോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്, സ്പെഷ്യലി മനുഷ്യനും ഫാമിലിക്കും. അപ്പൊ കടയിൽ വെച്ചിട്ട് ഗിഫ്റ്റ് കഴിക്കണ വരെയും സെലക്ട് ചെയ്യണ വരെയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് അറിയില്ല, ഇതിൽ ഞാൻ എടുത്ത എല്ലാ വീഡിയോ ഇടണം. ഓക്കെ, ഹലോ ഗൈസ്. അങ്ങനെ ഞാൻ നടഞ്ഞ് തിരിഞ്ഞ് ഒരു 5-6 കടയൊക്കെ കയറി പോത്തങ്കോട് നമ്മുടെ ലക്കി ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ കെട്ടിയവന് നമ്മുടെ വെച്ചിന് ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണ്. ഒരു കിടിലൻ ഷർട്ട് എടുക്കാനാണ്. ഹായ് 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 ഹായ്. അപ്പൊ ഈ ബ്രോയൊക്കെയാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ ഇവിടെ നല്ല തിരക്കുണ്ട് ഓണത്തിന്റെ. ഹായ്. അപ്പൊ അതേ നമുക്ക് സെലക്ട് ചെയ്യാട്ടാ. അപ്പൊ നോക്കാം, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ലക്കിയില് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് അല്ലെ, പല മോഡലുകൾ ഉണ്ട് അല്ലേ. കണ്ട എല്ലാ വെറൈറ്റീസ് ഉണ്ട്. പോത്തങ്കോട് കറക്റ്റ് മുരിക്കുമ്പുഴ റോഡ്, തിരുവനന്തപുരക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ലക്കി എന്ന കടയുടെ പേര്. നല്ല സെലക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച്. ലക്കി മെൻസ് ആൻഡ് കിഡ്സ് ഹബ്ബാണ് പോത്തങ്കോട് മുരിക്കുമ്പുഴ റോഡിൽ. അപ്പൊ എല്ലാവരും വരിക, ചെക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പൊ നമ്മുടെ വിച്ചുവിന് ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ ഈ ഗിഫ്റ്റ് എന്താണെന്ന് കാണണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. ഗൈസ്, ഞാൻ പെരുവഴിയിൽ നിൽക്കാണ്. ആകെ ടെൻഷനായിട്ട്. ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂർ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വിച്ചുവില്ലാണ്ട് ഇത്രയും ലോങ് ഞാൻ വരുന്നത്. അത് അവന് ഈ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അറിയാണ്ടും പറയാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, വന്നിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോഴും എനിക്ക് വഴി അറിയുന്നില്ല. അപ്പോൾ ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചു, ചോദിച്ചിട്ടൊക്കെയാണ് വണ്ടിയിൽ വന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് കണ്ടറിയാം, ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങോട്ട് പോയാൽ വീണ്ടും തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഒന്നാമത് ഭയങ്കര ടെൻഷനിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആകെ ടെൻഷൻ പിടിച്ചിരിക്കുമ്പോൾ ഹെൽമെറ്റ് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ ഈ കടയിലത്തെ നമ്പറിലേക്ക് എനിക്ക് ഫോണിൽ നമ്പർ ഡെയിലി ചെയ്യാൻ പോലും പറ്റണില്ല. ഞാൻ ആകെ ടെൻഷനായിപ്പോയി. അപ്പോൾ കുറേ പേരോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ നമ്പറിലൊന്ന് വിളിച്ച് തരുമോ, എനിക്ക് ഡെയിലി ചെയ്യാൻ പറ്റണേ ഇല്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാൾ നോക്കണതുകൊണ്ടാണ് ഫാമിലികളോടെ ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അവർ ശ്രദ്ധിക്കുക പോലും ചെയ്യാണ്ട് പോവാണ്. പക്ഷെ അതിപ്പോൾ ഒരു ചേട്ടൻ വന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഞാൻ താടിയും പൊട്ടെന്ന് പറഞ്ഞൊരു യൂട്യൂബറാണ്. ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഞാൻ ഇറങ്ങിയതാണ്. മേടിച്ചു കഴിഞ്ഞ് വന്നു. വഴിയൊക്കെ ഒരുപാട് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നേ. ഇനി ഞാൻ ഇപ്പോൾ വന്നോടത്തേക്ക് തിരിച്ചു പോയാൽ പിന്നെ എനിക്ക് തിരിച്ചു വരാൻ അറിയില്ല. അത്രയും ബ്ലോക്കിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ഞാൻ ഇങ്ങനെ ആയിട്ട് വന്നേ. അപ്പോൾ ആ ചേട്ടൻ പോയിട്ട് ആ ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടൻ പോയിട്ട് ആ ചേട്ടൻ പേടിക്കണ്ട, ആ ചേട്ടൻ എനിക്ക് ഡയൽ ചെയ്ത് എൻ്റെ ഫോണിൽ നിന്ന് തന്നെ കേട്ടോ, എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഈ ലക്കിന്ന് ഇതിൽ നമ്പർ ഉണ്ടല്ലോ, അവരെ വിളിച്ചു. അവിടെ അപ്പൂസിൻ്റെ സ്കൂളിലെ സീനിയറായിരുന്നു സുഹാന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ട്. അപ്പോൾ അപ്പൂസിനെ അറിയാം. അപ്പോൾ അവളുടെ കടയാണത്. അപ്പോൾ എനിക്കത് അറിയണ്ടായില്ല. ഞാൻ അറിയാണ്ട് ഒരുപാട് കടകൾ കയറി ഇറങ്ങി ഉച്ചൻ്റെ സൈസിനുള്ളതും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളറിനും ഒക്കെ തപ്പി ചരിഞ്ഞ് നടന്നതാണ്. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് അവൾ വന്നിട്ട് മിഷാലിൻ്റെ മമ്മിയിലേന്ന് ചോദിച്ചു വന്നത്. അങ്ങനെ അവരെ വിളിച്ചു. അങ്ങനെ പറഞ്ഞു എൻ്റെ ഹെൽമെറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ഇനി പോയിട്ട് വരാൻ പേടിയോ. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പോയിട്ട് മേടിച്ചിട്ട് വരാൻ പേടിക്കണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നല്ല മനുഷ്യന്മാരും ഉണ്ട് നാട്ടിൽ. കുറേ പേര് ഒരു ഡെയിലി ചെയ്യാൻ പോലും റെഡി ആയില്ല. ആ ചേട്ടൻ വരാമെന്ന് പറഞ്ഞു, മേടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ പോയിക്കാണ്, അങ്ങോട്ടേക്ക് പോയിക്കാണ് ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. ആ ചേട്ടൻ ഇപ്പോൾ മേടിച്ച് കൊണ്ടുവരും. ആ ചേട്ടൻ്റെ ഒരുപാട് സമയം എനിക്ക് വേണ്ടി ആ ചേട്ടൻ എടുത്തു. അപ്പോൾ ആ ചേട്ടന് ഒരുപാട് താങ്ക്സ് പറയാണ്. ഞാൻ അത്രയും ടെൻഷനാണ്. എൻ്റെ ഫോണിൽ നിന്ന് ഡയൽ ചെയ്യാൻ പോലും എനിക്ക് ഈ നമ്പറിലേക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് പുറത്ത് വരുന്നത്.
ഗൈസ് ഞാൻ പറഞ്ഞ ചേട്ടൻ ഇതാണ് കേട്ടോ. 2-3 ഫാമിലിയോടാണ് ഞാൻ ഹെൽപ്പ് ചോദിച്ചത്. ആരും ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ അവരോട് കാര്യം പറഞ്ഞു. ഞാൻ ആകെ വിറച്ചു. എനിക്ക് ഫോൺ ഡയൽ ചെയ്യാൻ പറ്റില്ല. ചേട്ടന്റെ പേരൊന്ന് പറ. ചേട്ടനും ഫാമിലിക്കും ഹാപ്പി ആണ്. ഒരുപാട് താങ്ക്സ് കേട്ടാ. ഒരുപാട് താങ്ക്സ് ചേട്ടാ. ഇത് വിളിച്ചാലാണ് ഞാൻ ഏറെ സെലക്ട് ചെയ്തത്. ഈ ജിമ്മിന്റെ സൈസ് XL XXL ഒക്കെ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ ഇത് പാകായില്ലെങ്കിൽ അവര് തിരിച്ചു കൊണ്ടാൽ ഇതിന്റെ അടുത്ത തൊട്ട് താഴത്തെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റ് ബാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ ലക്കി ഷോപ്പിലുള്ള എല്ലാവർക്കും താങ്ക്സ്. ഇത് ഷർട്ട് ഒരു 1-1.5 റിസ്ക് എടുക്കലാണ്. എന്തൊക്കെയാ ഉണ്ടായത് റോട്ടില് നടുറോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. മനസ്സാട്ടാ ഒരുപാട് താങ്ക്സ്. ഇതാ ഫോൺ ഡയൽ ചെയ്യാൻ പറ്റണില്ല എനിക്ക്. വഴിയോടെ എന്നെ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കോ. അഡ്മിറ്റ് പറഞ്ഞു വെച്ചിട്ട് തിരിച്ചു പോയിട്ട് തിരിച്ചു പോവാറുണ്ട്. ഒറ്റയ്ക്ക് പോയി. അത് മാത്രം കൂടെ എനിക്ക് വൈകുന്നേരം 9 മണിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് നന്നായിട്ടാ. എനിക്കുണ്ട് മാച്ചിന് ഇതേപോലെ വൈറ്റ് വൈറ്റ് സൈസാണ് ഇത്. തൊട്ടടിയിലെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ ഇട്ട് നോക്ക്. അല്ലെങ്കിൽ ആയില്ലെങ്കിലോ XXL ഇത് പാകാവോ? ഞാൻ പറഞ്ഞു ജിമ്മനാണ് ഞാൻ. ഇത് ഒറ്റയ്ക്ക് പോയിട്ട് ഇഷ്ടമായ അപ്പൊ ഗൈസ് നമ്മുടെ ബർത്ത്ഡേ കുട്ട ഉണ്ടാക്കിയ പായസാണ്. എന്താണ് പാലട പായസം. കേക്കും പാലടയും കുടിച്ച വേഗ നോട്ടെ. ഒരു തുണ്ട് കുടിച്ച നോട്ടെ. രണ്ട് സൂപ്പർ സൂപ്പറായി. രണ്ട് ഇഷ്ടയാ? നോട്ടെ ഒന്നും കുടിച്ച നോട്ടെ. ഇവിടെ ഒരാൾക്ക് ആവേശം പാട്ട് കേൾക്കാണ്ട്. അപ്പൊ ബർത്ത്ഡേ കൂട്ടം പായസം കുടിച്ചു. സ്വന്തമായി വെച്ച പായസം എങ്ങനെയുണ്ട്? അടിപൊളിയാ. എങ്ങനെയുണ്ട് പായസം? എന്റെ അപ്പൂസ് അപ്പയ്ക്ക് വേണ്ടി ഒരു ഡാൻസ്. മറ്റാളുടെ പേര് ആളുടെ പേര് രംഗണ്ണൻ. നീ വേഗം കുടിച്ചിട്ട് കളിക്ക് ചേട്ടന്റെ കൂടെ. ആദിനെ കയറിയിലാണ് പണി. ആദിക്ക് പഴം കൊടുക്കുക, മാമു കൊടുക്കുക, പാപ്പം കൊടുക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക. അവള് ഭയങ്കര കയറിങ്ങ. ചേട്ടന്റെ കൂടെ കളിക്ക്. വെച്ച് കളിക്ക്. അതറിയാം. നോക്കി കളി. അവൾ നീ മതി. കൊറേ പാട്ടും ഡാൻസ് ഒക്കെ കളിച്ചു. അപ്പൊ കോപ്പറേറ്റ് ഉള്ളതുകൊണ്ട് നമ്മള് കുറച്ചൊക്കെ അതിൽ എടുത്തിട്ടുള്ളൂ. നമുക്ക് അറിയാലോ കോപ്പറേറ്റ് വരും. അപ്പൊ നമ്മളിവിടെ അനുകുട്ടി കേക്കും പായസം ഒക്കെ കഴിച്ചു. ഇതേ അനുകുട്ടിയുടെ അമ്മ ചിഞ്ചുവിനും ശിവചേട്ടനും പായസവും കേക്കൊക്കെ നമ്മൾ പുറത്തായിട്ടുണ്ട് അല്ലേ. നമ്മള് ഞാനും ഗ്രോട്ടയിൽ പോവാം അല്ലെ. അപ്പൊ പരീക്ഷയാണ്. ഈ ഇത് പഠിക്കാവുന്നില്ലേ. ബർത്ത്ഡേ സ്പെൻഡ് ചെയ്തു. Yes? Yes. All days. Yes.
അപ്പൊ അനുകുട്ടി അങ്ങനെ വിഷി. താങ്ക് യു സോ മച്ച്. അപ്പൊ അതെ നോക്കട്ടെ എന്താണ് ഇത് ബർത്ത്ഡേ കുട്ട. അപ്പൊ ഒരു കേക്ക് മുറി ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അപ്പൊ സെബൂന്ന് കമ്പനി അവർക്ക് വിച്ചുന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം നമുക്ക് കേക്ക് കൊടുത്തുവിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡ്രീം കേക്ക് ആണ് കൊടുത്തുവിട്ടത്. നമ്മൾ നാട്ടിലായിരുന്നു. അപ്പൊ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊടുത്തുവിട്ടു. താങ്ക് യു സോ മച്ച് സ്നേഹ ഫോർ ദിസ് ഗിഫ്റ്റ്. അപ്പോ അടിപൊളി. കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ വ്ളോഗ് വിച്ചുവിനെ കാണാത്തവരെന്നെ കാണണം. 3-4 കേക്കൊക്കെ മുറിച്ചിട്ടുള്ള ബർത്ത്ഡേ ആയിരുന്നു. ആപ്പയുടെ ബർത്ത്ഡേയുടെ ഇന്ന് ചിമ്പുവിന്റെയും ബർത്ത്ഡേ ആണ്. ഇനി ചിമ്പുവിനെ നമുക്ക് കിട്ടിയിട്ട് വെച്ചാണ് പായസം കുച്ചാണ് ചിമ്പുക്കുട്ടൻ. ഗുഡ് ബൈ അപ്പയുടെ മോന് ചിമ്പുക്കുട്ടൻ. അപ്പൊ നമ്മുടെ ഡിന്നർ പൊറോട്ടയും ചിക്കനും അല്ലേ ചെറിയൊരു ഫുഡ്. അപ്പൊ ഓൾറെഡി കേക്കും അതെ. പായസമൊക്കെ കഴിച്ചിട്ട് നമ്മള് സെറ്റായിരിക്കാണ്. വയറൊക്കെ ആയിട്ടിരിക്കണം. എന്നാലും ഡിന്നർ സ്പെഷ്യൽ അടിച്ച ഞങ്ങളുടെ അടിച്ചിന് കൊക്കാണ്. അപ്പൊ അവിടെ ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിമ്പുവിന്റെയും കൂടി ബർത്ത്ഡേ ആണ്. അതെ ചിമ്പന്റെ ബർത്ത്ഡേ ആണ്. ചിമ്പോ പായസമൊക്കെ കഴിച്ചു. അനിക്കുട്ടിയുള്ള കാരണം ചിമ്പുവിനെ അവിടെ നിർത്താൻ പറ്റിയില്ല. നമ്മുടെ കൂടെ നിർത്തി എല്ലാത്തിനും ചിമ്പു കഴിക്കുന്നുണ്ട്. അവരെ കാണിച്ചപ്പോ എല്ലാത്തിനും നമ്മള് കേക്ക് മുറിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അറിയാം. അപ്പൊ ഇന്ന് അനിക്കുട്ടീനെ വിളിച്ചപ്പോ ചിമ്പു സമ്മതിക്കില്ല വേറെ പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ അവനെ മുകളിൽ നമ്മള് നിർത്തിയിട്ടായിരുന്നു. അപ്പൊ ചിമ്പുവിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ചിമ്പു. ഹാപ്പി ബർത്ത്ഡേ ചിമ്പാൻ. ഹാപ്പി ബർത്ത്ഡേ ചിമ്പാൻ. ചിമ്പാൻ. ഗയ്സ് ചിമ്പു മദരി. ചിമ്പോ ഒരു മണ്ണ. ചിമ്പോ ഉമ്മ 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 ഉമ്മ. ഹാപ്പി ബർത്ത്ഡേ ചിമ്പാൻ. അതെ നമുക്ക് ആദിശ് ഉണ്ടാവണേന് മുന്നുള്ള നമ്മുടെ രണ്ടാമത്തെ കുട്ടി അപ്പൂസ് ചിമ്പൂഷ് ആദിശ്. അതെ ഇന്നും ഇന്നാണ് നമുക്ക് ചിമ്പുനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ ദിവസം. നമ്മുടെ കുഞ്ഞിന് ചിക്കന ഹാപ്പി ബർത്ത്ഡേ ടു യു. അവന് കേക്കും പായസമൊക്കെ കൊടുത്തു. ഞാൻ അവന് ഫുഡും കൊടുത്തു. എല്ലാം കൊടുത്തു. അവൻ കഴിച്ചു. അപ്പൊ അവന് ചിക്കനും പൊറോട്ടയും കൊടുത്തു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ചിമ്പോ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് ഇത്ര ഉള്ളോ? അപ്പൂസിനെ കാണിച്ചു കഴിക്കുന്നത്. ഞാൻ കഴിക്കാം. അത് കാണിച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ട്. അതെ അപ്പൊ ഇത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നാളെ ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അടിപൊട്ടും കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ. അതാണ് നമ്മുടെ